ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ ഓൺലൈൻ ക്ലാസ്. നമ്മൾ മെറ്റേണിറ്റിയിൽ ലാംഗ്വേജ് ആക്ടിവിറ്റീസ് ആണ് ഇന്ന് നോക്കുന്നത്. പേജ് നമ്പർ 50 ലാംഗ്വേജ് ആക്ടിവിറ്റീസ്, ആക്ടിവിറ്റി 1. ഓക്കെ, റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസ് ഫ്രോം ദ സ്റ്റോറി മെറ്റേണിറ്റി. മെറ്റേണിറ്റിയിലെ താഴെ കൊടുത്തിരിക്കുന്ന മെറ്റേണിറ്റി പാഠത്തിൽ നിന്ന് എടുത്തിരുന്ന താഴെ കൊടുത്ത സെൻറ്റൻസുകൾ വായിച്ചു നോക്കാം. ഹാവ് പിറ്റി ഓൺ ദിസ് പൂർ ഓർഫൻ ആൻഡ് ഗിവ് ഹിം എ ലിറ്റിൽ മിൽക്ക്, ഹി സെഡ് ഇൻ ഗ്രീക്ക്. കം വിത്ത് മീ, സെഡ് ദ ചൈനമാൻ. Come in, then. Do not be afraid, said the Chinaman. What I notice about the sentences given within quotes, ഇവിടെ ഇൻവേർട്ടഡ് കോമ കൊട്ടേഷൻ മാർക്കിൽ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസുകളിൽ നിങ്ങൾ ശ്രദ്ധിച്ച കാര്യങ്ങൾ എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങളെന്താ ശ്രദ്ധിച്ചിട്ടുള്ളത്? അതിൽ അവിടെ റൈറ്റ് യുവർ ഫൈൻഡിങ്സ് ഹിയർ, അല്ലേ, നിങ്ങൾ കണ്ടെത്തിയത് താഴെ എഴുതുമെന്ന് പറഞ്ഞില്ലേ. അവിടെ ഒന്നാമത്തത് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ദേ ബിഗിൻ വിത്ത് വേർബ്സ്, അല്ലേ, ദേ ബിഗിൻ വിത്ത് വേർബ്സ്. നോക്കാം അല്ലേ, ഒരു സെൻറ്റൻസ്, ഒരു ഇംഗ്ലീഷ് സെൻറ്റൻസ് ഓർഡർ എന്തായിരിക്കും? സബ്ജക്റ്റ് വേർബ് ഒബ്ജക്റ്റ് ആണ് ഉണ്ടാവാറ് സാധാരണ, അല്ലേ, സബ്ജക്റ്റ് വേർബ് ഒബ്ജക്റ്റ്. ഇവിടെ വേർബ് സബ്ജക്റ്റ് ഒഴിവാക്കിയിട്ട് വേർബ് വെച്ചിട്ടാണ് സെൻറ്റൻസ് തുടങ്ങിയുള്ളത്. നോക്കാം. ഹാവ് പിറ്റി ഓൺ ദിസ് പൂർ ഓർഫൻ. ഹാവ് പിറ്റി ഓൺ ദിസ് പൂർ ഓർഫൻ ആൻഡ് ഗിവ് ഹിം എ ലിറ്റിൽ മിൽക്ക്. രണ്ടാം സെൻറ്റൻസ് ആണ് കം വിത്ത് മീ, കം. മൂന്നാമത്തതോ കം ഇൻ ദെൻ, ഡു നോട്ട് ബി അഫ്രൈഡ്. കം ഇൻ ദെൻ, ഡു നോട്ട് ബി അഫ്രൈഡ്. അപ്പോൾ ഈ മൂന്ന് സെൻറ്റൻസും മൂന്ന് സെൻറ്റൻസും രണ്ടാമത്തെ മൂന്നാമത്തെ കമ്മിലും അതുപോലെ ഫസ്റ്റത്തെ ഹാവ്, അത് മൂന്ന് വെർബ് വെച്ചാണ് തുടങ്ങിയിട്ടുള്ളത്, അല്ലേ. ഒന്നാമത്തത് അതാണ് നമ്മൾ കണ്ടെത്തിയത്. പിന്നെ രണ്ടാമത്തെ നോക്കാം. ദ ഇംപ്ലോയ്ഡ് സബ്ജക്റ്റ് ഈസ് യു ബട്ട് നോർമലി ഇറ്റ് വിൽ നോട്ട് ബി യൂസ്ഡ്. ഈ സെൻറ്റൻസുകളിൽ യു ആണ് നമ്മളവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന സബ്ജക്റ്റ് യു ആണ്. അത് സാധാരണയായിട്ട് ഇത് ഉപയോഗിക്കാറില്ല, ജസ്റ്റ് ആ വെർബ് വെച്ചിട്ട് തുടങ്ങുകയാണ് ചെയ്യാറുള്ളത്. നമ്മൾ ക്ലാസ്സിലേക്ക് കയറുകയാണെങ്കിൽ മേ ഐ കമിൻ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളോട് യെസ് കമിൻ എന്നല്ല പറയുള്ളൂ, കമിൻ എന്ന് പറയാം, അല്ലാണ്ട് യു കമിൻ എന്ന് പറയാറില്ലല്ലോ, കമിൻ. അപ്പോൾ അതാണ്. ഓക്കെ, അടുത്തത് ദീസ് സെൻറ്റൻസസ് എക്സ്പ്രസ് കമാൻഡ്, റിക്വസ്റ്റ്, ഇൻവിറ്റേഷൻ. ഇങ്ങനെയുള്ള സെൻറ്റൻസുകളൊക്കെ എന്താണ് പറയുന്നത്? അത് നമ്മൾ കമാൻഡായിട്ടോ അല്ലെങ്കിൽ റിക്വസ്റ്റോ അല്ലെങ്കിൽ ഇൻവിറ്റേഷനായിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഇങ്ങനെയുള്ള സെൻറ്റൻസിന് പറയുന്ന പേരാണ് ഇംപെരേറ്റീവ് സെൻറ്റൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വെർബ് വെച്ച് തുടങ്ങുന്ന സെൻറ്റൻസ് ആണ് ഇംപെരേറ്റീവ് സെൻറ്റൻസ്. ഓക്കെ, ഇനി അതുപോലെ വെർബ് വെച്ച് തുടങ്ങുന്നതെന്ന് മാത്രമല്ല കേട്ടോ, അത് ചിലപ്പോൾ അത് കമാൻഡ് ആവാം, റിക്വസ്റ്റ് ആവാം, വാണിംഗ് ആവാം, അഡ്വൈസ് ആവാം, അങ്ങനെ കുറേ. ഇവിടെ ലുക്ക് അറ്റ് ദ പിക്ചർ, പേജ് നമ്പർ 51. ഇവിടെ നിങ്ങൾ നല്ലൊരു പിക്ചർ കാണാം. അതിലൊരുപാട് സെൻറ്റൻസുകൾ കാണാൻ പറ്റില്ലേ, ഒരുപാട് വാക്കുകൾ കാണാം. അതിൽ അഡ്വൈസ് ഉണ്ട്, അതുപോലെ ഓർഡർ ഉണ്ട്, റിക്വസ്റ്റുകളുണ്ട്. നിങ്ങളിതൊക്കെ ഒന്ന് വായിച്ച് നോക്കണേ. ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ക്ലിയർ പിക്ചർ കിട്ടും. വീഡിയോയിൽ പിക്ചർ ക്ലാരിറ്റി കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സെൻറ്റൻസുകൾ, അത് അഡ്വൈസ് ആവാം, അതുപോലെ സജഷൻ ആവാം, റിക്വസ്റ്റ് ആവാം, ഓർഡറുകളാവാം, പിന്നെ നോട്ടീസ് ആവാം. നമുക്കിനി തൊട്ടടുത്ത ആക്ടിവിറ്റി നോക്കാം. പിക്ക് ഔട്ട് ദ സെൻറ്റൻസസ് ഫ്രം ദ പിക്ചർ ടു മാച്ച് ദ ഫങ്ഷൻസ് ഇൻ കോളം എ ആൻഡ് നോട്ട് ദം ഡൗൺ ഇൻ കോളം ബി. കോളം എയിൽ കുറച്ച് ഫങ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ആ ഫങ്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സെൻറ്റൻസുകൾ സെൻറ്റൻസുകൾ കോളം ബിയിൽ നമ്മൾ എഴുതണം. അത് എവിടെ നിന്ന് കണ്ടെത്തണം? ആ പിക്ചറിൽ നിന്നും തിരഞ്ഞെടുത്താണ് എഴുതേണ്ടത്. കോളം എയിൽ ഒന്നാമത്തെ ഫങ്ഷൻ എന്താണ്? വാണിംഗ് ആണ്. വാണിംഗ്, അല്ലേ. ഈ വാണിംഗ് ആയിട്ട് കൊടുത്തിരിക്കുന്ന സെൻറ്റൻസ് ഏതാണ്? അവിടെ ടേക്ക് കെയർ ഓർ എൽസ് യു വിൽ ഫോൾ ഡൗൺ, അല്ലേ. ഒരു വാണിംഗ് ആണ്. ശ്രദ്ധിക്കില്ലെങ്കിൽ നിങ്ങൾ വീഴാൻ സാധ്യതയുണ്ട്. അപ്പം ഇനി അടുത്തത് വരുന്നത് അഡ്വൈസ്, അല്ലേ. അഡ്വൈസ് നോക്കാം. ലുക്ക് അറ്റ് ദാറ്റ് നോട്ടീസ് ബോർഡ്. അതൊരു അഡ്വൈസാണ്, ഉപദേശമാണ്. ആ നോട്ടീസ് ബോർഡിലേക്ക് നോക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. റിക്വസ്റ്റ്, അഭ്യർത്ഥന, അല്ലേ, റിക്വസ്റ്റ്. പ്ലീസ് കീപ് ദിസ് അംബ്രല്ല വിത്ത് യു. ഈ കുട നിങ്ങളുടെ കൂടെ കയ്യിൽ കരുതൂ എന്നാണ് ഉദ്ദേശിച്ചുള്ളത്. ഓക്കെ, പിന്നെന്താണ് അടുത്തത്? ഓർഡേഴ്സ് എന്താണ്? 2 ഓർഡേഴ്സ് കൊടുത്തിട്ടുണ്ട് അവിടെ. ഡോണ്ട് സ്മോക്ക് ഹിയർ, ഇവിടെ പുകവലിക്കാൻ പാടില്ല. ഡോണ്ട് സ്മോക്ക് ഹിയർ. ഡോണ്ട് പുഷ് മീ, ബി പേഷ്യൻറ്റ്. എന്നെ പുഷ് ചെയ്യല്ലേ, എന്നെ തള്ളല്ലേ. ബി പേഷ്യൻറ്റ്, സമാധാനമായിരിക്കുമോ. പിന്നെന്താണ്? ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഡയറക്ഷൻ. ടേക്ക് ദ ഫസ്റ്റ് ടേണിംഗ് ഓൺ ദ റൈറ്റ്, അല്ലേ. വലതുവശത്തേക്ക് ആദ്യം കാണുന്ന ടേണിങ്ങിലൂടെ പോകുമെന്നല്ലേ. ഇൻവിറ്റേഷൻ എന്താണ് അവിടെ കൊടുത്തുള്ളത്? ഹൗ ടയർഡ് യു ലുക്ക്, കം ആൻഡ് ഹാവ് എ കോഫി. ഓ, നീ എത്രത്തോളം തളർന്നാണ് ഇരിക്കുന്നത്,
ഒന്ന് ഒരു കോഫി കഴിക്കൂ, അതൊരു ഇൻവിറ്റേഷനാണ് അല്ലേ. ലാസ്റ്റ് വൺ, സൈൻ ആൻഡ് നോട്ടീസ്. സൈൻ ആൻഡ് നോട്ടീസ് എന്താണ് കൊടുത്തുള്ളത്? സൈൻ ആൻഡ് നോട്ടീസിൽ ഡോണ്ട് സ്പിറ്റ് ഹിയർ, അവിടെ ഒരു ബോർഡ് കാണുന്നില്ലേ, ഡോണ്ട് സ്പിറ്റ് ഹിയർ. അതുപോലെ തന്നെ ആ പിക്ചറിൽ നിങ്ങൾക്കൊരു യൂസ് മീ എന്ന് എഴുതിയിട്ടുള്ളൊരു വേസ്റ്റ് ബിന്നും കാണാൻ പറ്റും, യൂസ് മീ. അപ്പോൾ ഇത് രണ്ടാണ് അവിടെ കൊടുത്തുള്ള സൈൻ അല്ലെങ്കിൽ നോട്ടീസ്. യു മൈറ്റ് ഹാവ് നോട്ടീസ്ഡ് ദാറ്റ് ദ സെൻറ്റൻസസ് ഇൻ കോളം ബി എക്സ്പ്രസ് റിക്വസ്റ്റ്, സജഷൻ, ഓർഡർ, അഡ്വൈസ്, പ്രയർ, വിഷ്, എക്സെട്ര. സച്ച് സെൻറ്റൻസ് ആർ കോൾഡ് ഇംപെരേറ്റീവ് സെൻറ്റൻസസ്. ഇപ്പോൾ മുകളിൽ തന്നിരിക്കുന്ന വാചകങ്ങൾ ആശ്ചര്യം, അഭ്യർത്ഥന, നിർദ്ദേശം, ആജ്ഞ, ഉപദേശം, പ്രാർത്ഥന, ആഗ്രഹം ഇവയെല്ലാം സൂചിപ്പിക്കുന്നതാണ്. ഇത്തരം വാചകങ്ങളാണ് നമ്മൾ ഇംപെരേറ്റീവ് സെൻറ്റൻസസ് എന്ന് പറയുന്നത്. ചിലപ്പോൾ എന്തോ അത് അഭ്യർത്ഥന ആവാം, ആശ്ചര്യമാവാം, നിർദ്ദേശമാവാം, ആജ്ഞയാവാം, ഉപദേശമാവാം, പ്രാർത്ഥനയാവാം, ആഗ്രഹങ്ങളാവാം. ഇതൊക്കെ ഇംപെരേറ്റീവ് സെൻറ്റൻസിൽ പെടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ആ പിക്ചറിൽ കണ്ടതുപോലെ നമ്മൾ ഈ കോളത്തിൽ നിന്നും എടുത്ത് എഴുതും ഇംപെരേറ്റീവ് സെൻറ്റൻസസ്. ഇങ്ങനെയുള്ള ഒരുപാട് സെൻറ്റൻസുകൾ നമ്മൾ നിത്യജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യം ഉപയോഗിക്കുന്നതാണ്. പല കാര്യത്തിലും കൂടുതൽ നമ്മൾ ഉപയോഗിക്കൽ ഇംപെരേറ്റീവ് സെൻറ്റൻസ് ആണ്. അത് ചിലപ്പോൾ ഉപദേശിക്കാനാവാം, അല്ലെങ്കിൽ ഓർഡർ, റിക്വസ്റ്റ് എന്തും ആവാം. ഇനി നമുക്ക് തൊട്ടടുത്ത ആക്ടിവിറ്റി നോക്കാം. ഫീച്ചേഴ്സ് ഓഫ് പോസ്റ്റേഴ്സ് അല്ലേ. പോസ്റ്ററിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, എന്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്നാമതവിടെ കൊടുത്തിട്ടുണ്ട് ക്യാച്ചി ക്യാപ്ഷൻസ് അല്ലേ. എപ്പോഴും നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു പോസ്റ്ററിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ എപ്പോഴും ക്യാച്ച് ആയിരിക്കണം, അട്രാക്റ്റീവ് ആയിരിക്കണം. പെട്ടെന്ന് തന്നെ അത് കണ്ടാൽ തന്നെ പെട്ടെന്ന് വായിക്കാൻ തോന്നണം, കാണുമ്പോൾ തന്നെ മനസ്സിലാവണം. കൺസൈസ്, ഇനി അടുത്ത ഇത് വരുന്നത് കൺസൈസ്. കൺസൈസ് എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയ വാക്കുകൾ എന്നാണ്, ചുരുക്കി എഴുതുക. നമ്മൾ ഒരിക്കലും ഒരു എസ് എഴുതുന്ന മാതിരി വലുതാക്കി എഴുതേണ്ട ആവശ്യമില്ല. ഒന്നോ രണ്ടോ വാക്കുകളിൽ സെൻറ്റൻസ് ക്ലിയർ ആകണം. അടുത്തെന്താ കൊടുത്തുള്ളത്? സബ്ജക്റ്റ് റിലേറ്റഡ് ക്യാപ്ഷൻസ് ആൻഡ് ഫിഗേഴ്സ്. ഏതൊരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഈ പോസ്റ്ററിലൂടെ മറ്റുള്ളവരെ അറിയിക്കാൻ താല്പര്യപ്പെടുന്നത്, ആ ഒരു വിഷയത്തെ ബന്ധപ്പെട്ടിട്ടുള്ള ക്യാപ്ഷൻസും അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചിത്രങ്ങളുമാണ് നമ്മൾ ഒരു പോസ്റ്ററിൽ ഉപയോഗിക്കേണ്ടത്. സെൽഫ് എക്സ്പ്ലനേറ്ററി വേർഡ്സ് ആൻഡ് ഫ്രേസസ് ഇൻ ക്യാപ്ഷൻസ്. ആ വാക്കുകളിൽ തന്നെ സെൽഫ് എക്സ്പ്ലനേറ്ററി ആയിരിക്കണം. അതായത് ആ വാക്ക് തന്നെ സ്വയം അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരണം, എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുള്ളത് ആ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കണം, ആ ക്യാപ്ഷനിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അതുപോലെ തന്നെ അവസാനത്തെ പോയിന്റ് എന്താണ്? ഈസി ടു അണ്ടർസ്റ്റാൻഡ്. നിർബന്ധമാണല്ലേ ഈസി ടു അണ്ടർസ്റ്റാൻഡ്. അതൊരു കാണുന്നൊരു വ്യക്തിക്ക് പെട്ടെന്ന് തന്നെ അത് മനസ്സിലാവണം. ഈസി ആയിട്ട് ആ ഒരു എന്തൊരു ഐഡിയ ആണോ അതിലൂടെ കൺവേ ചെയ്യാൻ താല്പര്യപ്പെടുന്നത് അത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കണമെന്നാണ് പറഞ്ഞത്. ഒരു ആക്ടിവിറ്റിയിൽ വന്നിട്ടുണ്ട്. യു ആർ വൺ ഓഫ് ദി വളണ്ടിയേഴ്സ് ഹു ഡസ് സർവീസ് ഇൻ എ ഫ്ലഡ് റിലീഫ് ക്യാമ്പ്. നിങ്ങൾ ഒരു ഫ്ലഡ് റിലീഫ് ക്യാമ്പിലെ ഒരു വളണ്ടിയറാണ്, നിങ്ങൾ അവിടെ സർവീസ് ചെയ്യുന്നുണ്ട്. പ്രിപ്പയർ എ ഫ്യൂ പോസ്റ്റേഴ്സ് ടു ക്രിയേറ്റ് അവയർനെസ് എമംഗ് ദി ഇൻമേറ്റ്സ് ഓഫ് ദി ക്യാമ്പ് ഓൺ ഹെൽത്ത് ആൻഡ് ഹൈജീൻ ടു ഫൈറ്റ് എഗെയിൻസ്റ്റ് എപ്പിഡമിക്സ്. പകർച്ചവ്യാധികളിലെ എപ്പിഡമിക്സ്. ഹെൽത്ത് ആൻഡ് ഹൈജീൻ, ആരോഗ്യവും ശുചിത്വവും. അപ്പം നിങ്ങൾ അവിടെയുള്ള ഇൻമേറ്റ്സ്, അവിടെയുള്ള താമസക്കാർ, ആ ഫ്ലഡ് ക്യാമ്പിലുള്ള താമസക്കാരിൽ ഈ ഹെൽത്തിനെ കുറിച്ച് അതുപോലെ തന്നെ ഹൈജീനെ കുറിച്ചും ശുചിത്വത്തെയും കുറിച്ചിട്ട് അവരെ അവെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അവരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അതിനെക്കുറിച്ച് അവർക്ക് അറിവ് നൽകാൻ വേണ്ടിയിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞത്. ഒന്നല്ല, കുറച്ച് പോസ്റ്ററുകൾ. നമ്മൾ തൊട്ട് മുന്നത്തെ പോസ്റ്റർ ഒന്ന് നമ്മൾ നിർമ്മിച്ചിട്ടില്ലേ, ബ്രേക്ക് ദ ചെയിൻ എന്ന് പറഞ്ഞിട്ട് പോസ്റ്റർ നമ്മൾ കാണിച്ചു തന്നിരുന്നോ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അതുപോലുള്ള പോസ്റ്ററുകൾ നിങ്ങൾ നിർമ്മിക്കുക. ഓക്കെ, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് പോസ്റ്റേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. ആ പോസ്റ്ററുകൾ കണ്ടാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും അല്ലേ. നമുക്കിനി അടുത്ത പേജ് നമ്പർ 53 ആക്ടിവിറ്റി 2 നോക്കാം. റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ്. നോക്കാം. He told her to sit on a straw mat. അത് നമ്മുടെ മെറ്റേണിറ്റി പാഠത്തിൽ ഉള്ള സെൻറ്റൻസാണ്. ഹി ടോൾഡ് ഹെയർ ടു സിറ്റ് ഓൺ എ സ്ട്രോ മാറ്റ്. ഇവിടെ ആരാണ്? ചൈനമാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് സ്ട്രോ മാറ്റിൽ ഇരിക്കാൻ പറഞ്ഞു എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. വാട്ട് ഡു യു തിങ്ക് വേർ ദി ആക്ച്വൽ വേർഡ്സ് ഓഫ് ദി ചൈനമാൻ? കംപ്ലീറ്റ് ദ ഫോളോയിങ്. ചൈനമാൻ യഥാർത്ഥത്തിൽ അവിടെ പറഞ്ഞിട്ടുണ്ടാവുക സെൻറ്റൻസ് എന്താണ്? ഇതാണ് യഥാർത്ഥത്തിൽ പറഞ്ഞ സെൻറ്റൻസ് അല്ല അവിടെ കൊടുത്തുള്ളത്. അദ്ദേഹം പറഞ്ഞ കാര്യം വേറൊരാൾ പറയുന്നതായിട്ടാണ് അവിടെ കൊടുത്തുള്ളത് അല്ലേ. ചൈനക്കാരൻ ഇങ്ങനെ പറഞ്ഞു എന്നാണ് അവിടെ പറയുന്നത്. യഥാർത്ഥ ചൈനക്കാരൻ എന്താ അവിടെ പറഞ്ഞിട്ടുണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ എഴുതേണ്ടത്. ദ ചൈനമാൻ സേഡ്
സിറ്റ് ഓൺ എ സ്ട്രോമാറ്റ്. അവിടെ സിറ്റ് ഓൺ എന്നും എഴുതാം, സിറ്റ് ഓൺ ദ സ്ട്രോമാറ്റ് എന്നും എഴുതാം. സിറ്റ് ഓൺ ദ സ്ട്രോമാറ്റ് എന്നും നമുക്ക് എഴുതാം. സിറ്റ് ഓൺ ദ സ്ട്രോമാറ്റ്. അപ്പോൾ ചൈനക്കാരൻ പറയുന്നത്, നേരിട്ട് പറഞ്ഞത് സിറ്റ് ഓൺ ദ സ്ട്രോമാറ്റ് എന്ന് ഡയറക്റ്റായിട്ട് ചൈനക്കാരൻ്റെ വൈഫിനോട് പറഞ്ഞതാണ്. സിറ്റ് ഓൺ ദ സ്ട്രോമാറ്റ്. ഓക്കെ, ആ ഒരു സംഭവത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. വേറൊരു വ്യക്തി അത് റിപ്പോർട്ട് ചെയ്യുന്ന ചൈനക്കാരൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നതാണ് ഹി ടോൾഡ് ഹെയർ ടു സിറ്റ് ഓൺ എ സ്ട്രോമാറ്റ്. ഇതെന്താണ്? ഇത് റിപ്പോർട്ടഡ് സ്പീച്ചാണ്. റിപ്പോർട്ടഡ് സ്പീച്ച്. റിപ്പോർട്ടഡ് സ്പീച്ച് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോയിൽ റിപ്പോർട്ടഡ് സ്പീച്ച് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനോ അത് വിശദമാക്കി തരാനും കഴിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ റിപ്പോർട്ടഡ് സ്പീച്ചിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു വീഡിയോ നിങ്ങൾക്ക് ചെയ്തു തരാം, വേറെ ക്ലാസ്സിൽ പറഞ്ഞു തരാം റിപ്പോർട്ടഡ് സ്പീച്ച് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന ഈ കുറഞ്ഞ കാര്യങ്ങൾ മാത്രം നമ്മൾ ഇതിൽ മനസ്സിലാക്കി വെക്കാം. വാട്ട് ചേഞ്ചസ് ഡു യു നോട്ടീസ് വെൻ someone's actual words are reported? ഒരു വ്യക്തിയുടെ യഥാർത്ഥ വാക്കുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത്? ഡിസ്കസ് ആൻഡ് സേ വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ ഓർ ഫോൾസ്. അപ്പോൾ താഴെയുള്ള സെൻറ്റൻസുകൾ ശരിയാണോ തെറ്റാണെന്ന് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, അവിടെ ചേഞ്ചസ് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ചൈനമാൻ സേഡ് സിറ്റ് ഓൺ എ സ്ട്രോമാറ്റ്. അത് അങ്ങനെയല്ല, അത് ഇൻവേർട്ടർ കോമയിലാണ്. ആ ഇൻവേർട്ടർ കോമ നമ്മൾ ഒഴിവാക്കുന്നു എന്തിൽ? റിപ്പോർട്ട് ചെയ്യുമ്പോൾ. അപ്പം എന്തായി മാറുന്നു? ഹി ടോൾഡ് ഹെയർ സിറ്റ് ഓൺ എ സ്ട്രോമാറ്റ് എന്നുള്ളത് ടു സിറ്റ് ഓൺ എ സ്ട്രോമാറ്റ് എന്തായി? 2+ ഇൻഫിനിറ്റീവ് 2+ വെർബായിട്ട് മാറി അല്ലേ? സിറ്റ് ഓൺ എ സ്ട്രോമാറ്റ്. നിങ്ങൾ തൊട്ടുമുമ്പ് പറഞ്ഞില്ലേ ഇമ്പരറ്റീവ് സെൻറ്റൻസസ്, ഇമ്പരറ്റീവിലെ റിക്വസ്റ്റ് അല്ലെങ്കിൽ ഓർഡർ, അതൊക്കെ ഇമ്പരറ്റീവ് സെൻറ്റൻസ് അപ്പോൾ എന്തായി? ടു സിറ്റ് ഓൺ എ സ്ട്രോമാറ്റ് എന്നായി മാറി, 2+ ഇൻഫിനിറ്റീവായിട്ട് മാറി. താഴെ അതിൻ്റെ എക്സ്പ്ലനേഷൻ കുറച്ച് കൊടുത്തിട്ടുണ്ട്, നമുക്കതും കൂടെ ഒന്ന് നോക്കണം എന്തൊക്കെ മാറ്റങ്ങളാണ് ഇതിൽ വന്നിട്ടുള്ളത് എന്നുള്ളത്. ഇപ്പോൾ ഓൾറെഡി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെ ചെറിയൊരു വീഡിയോയിൽ കൂടെ എന്താണ് റിപ്പോർട്ടർ സ്പീച്ച് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. എങ്കിലും റിപ്പോർട്ടർ സ്പീച്ച് നിങ്ങളിതിന് മുന്നേ പഠിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിന് മുന്നത്തെ ക്ലാസ്സുകളിലോ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. അതല്ലെങ്കിൽ നമുക്കൊരു വീഡിയോ എന്തായാലും റിപ്പോർട്ടർ സ്പീച്ചുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ എന്തായാലും ചെയ്യണം. ആ വീഡിയോയിൽ റിപ്പോർട്ടർ സ്പീച്ച് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, വെൻ ദ സെൻറ്റൻസ് ഈസ് റിപ്പോർട്ടഡ്. ഈ സെൻറ്റൻസ് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് ഇതിൽ വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം. ദർ ഈസ് ഓൾവേസ് എ ചേഞ്ച് ഇൻ ദ ഓർഡർ ഓഫ് ദി വേർഡ്സ് അല്ലേ? അത് ട്രൂ അല്ല, കാരണം എല്ലാ സെൻറ്റൻസിലും മാറ്റം വന്നില്ല. സ്റ്റേറ്റ്മെൻറ്റ്സ് വിൽ കീപ് ദ സെയിം വേർഡ് ഓർഡർ. സ്റ്റേറ്റ്മെൻറ്റുകളാണെങ്കിൽ ആ വേർഡ് ഓർഡർ അങ്ങനെ തന്നെ ഉണ്ടായിരിക്കും. ക്വസ്റ്റ്യൻസ് വിൽ ചേഞ്ച്. അപ്പോൾ ക്വസ്റ്റ്യനുകളാണെങ്കിൽ നമ്മൾ WH yes or no ക്വസ്റ്റ്യൻസ് ഒക്കെ വരികയാണെങ്കിൽ അത് വേർഡ് ഓർഡറിൽ മാറ്റം വരുന്നുണ്ട്. അപ്പോൾ അത് ഫോൾസ് ആണ്. ഓക്കെ, രണ്ടാമത്തെ എന്താണ്? ഇറ്റ് ബിക്കംസ് മോർ ഫോർമൽ. ശരിയാണ്, അത് ഫോർമലായിട്ട് മാറും. റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഫോർമലായിട്ട് മാറും, അത് ട്രൂ ആണ്. സ്പീച്ച് മാർക്സ് ആർ നോട്ട് യൂസ്ഡ്. സ്പീച്ച് മാർക്ക് നിങ്ങൾ കണ്ടില്ലേ ഇൻവേർട്ടർ കോമയിൽ വെച്ചിട്ടുണ്ടല്ലേ? ആ സെൻറ്റൻസ് നോക്കിയാൽ സിറ്റ് ഓൺ എ സ്ട്രോമാറ്റ്, അത് ഇൻവേർട്ടർ കോമയിലാണ് കൊടുത്തുള്ളത്. അതാണ് സ്പീച്ച് മാർക്ക് എന്ന് പറയുന്നത്. ആ സ്പീച്ച് മാർക്ക് നോട്ട് യൂസ്ഡ്, ആ സ്പീച്ച് മാർക്ക് ഉപയോഗിച്ചിട്ട് ഇല്ല. ശരിയല്ലേ? റിപ്പോർട്ട് സ്പീച്ച് നമ്മൾ സ്പീച്ച് മാർക്ക് ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. അത് റിപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് അത് ആ സമയത്ത് നമ്മൾ സ്പീച്ച് മാർക്കിൻ്റെ ഉപയോഗം വരുന്നില്ല. അടുത്ത് നോക്കാം. ദ മീനിങ് ചേഞ്ചസ് ടോട്ടലി. അത് ഫാൾസ് ആണ് അല്ലേ? മീനിങ്ങിൽ ഒരു സെൻറ്റൻസ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആ സെൻറ്റൻസിൻ്റെ മീനിങ്ങിൽ യാതൊരു മാറ്റവും വരുന്നില്ല. ആ സെൻറ്റൻസ് നമ്മൾ ഒരാൾ പറഞ്ഞത് വേറെ ആൾ പറഞ്ഞത് നമ്മൾ മറ്റൊരാളോട് പറയുന്ന രീതിയിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്നയാൾ ഇങ്ങനെ പറഞ്ഞു, അതാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്നയാൾ ഇങ്ങനെ പറഞ്ഞു. ഞാൻ ഡയറക്റ്റായിട്ട് ഒരാളോട് പറയുന്നതും ഞാൻ ഇന്നയാളോട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട് അല്ലേ? അതാണ് റിപ്പോർട്ട് സ്പീച്ച്. അപ്പം അതിൽ മീനിങ് മാറുന്നില്ല. സെൻറ്റൻസിൽ ആ സെൻറ്റൻസിൻ്റെ മീനിങ് എന്ത് പറയുകയാണെങ്കിൽ അത് ആ സെൻറ്റൻസ് റിപ്പോർട്ട് സ്പീച്ചിലാണെങ്കിലും ഡാറ്റ സ്പീച്ചാണെങ്കിലും ആ മീനിങ്ങിൽ മാറ്റം വരുന്നില്ല. അപ്പം ഇവിടെ മീനിങ് ചേഞ്ചസ് ടോട്ടലി എന്നുള്ള സെൻറ്റൻസ് റോങ് ആണ്. ആ സെൻറ്റൻസ് തെറ്റാണ്, കാരണം അവിടെ മീനിങ് മാറുന്നില്ല. ദ ഇമ്പരേറ്റീവ് മൂഡ് ചേഞ്ചസ് ഇൻറ്റു 2+ ഇൻഫിനിറ്റീവ്. അത് നമ്മൾ തൊട്ട് തന്നെ പറഞ്ഞു അല്ലേ? ഇമ്പരേറ്റീവിലാണ്, ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ അത് 2+ ഇൻഫിനിറ്റീവ് 2+ വെർബ് 1, അതാണ് 2+ വെർബ് 1 ആണ് ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞത്. 2+ വെർബ് 1 എപ്പോഴും വെർബ് 1 ആണ് അവിടെ ഉപയോഗിക്കുക. ടു സിറ്റ്, ടു ഗോ, ടു കം, ടു വാക്ക്, അങ്ങനെ. ഓക്കെ, 2+ വെർബ് 1. ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദ പ്രൊനൗൺസ്. അത് തെറ്റാണ്. പ്രൊനൗൺസിൽ മാറ്റം വരുന്നുണ്ട്. നമ്മളിവിടെ കാണാം ചൈനമാൻ എന്നുള്ളത് ഹി എന്നാണ് കൊടുത്തില്ലേ?
അപ്പം അതിൽ മാറ്റം വരുന്നുണ്ട്. ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് റിപ്പോർട്ട് വാട്ട് ദ ടീച്ചർ ടെൽസ് ദ സ്റ്റുഡൻറ്റ്. ഇവിടെ പിക്ചർ നോക്കിയിട്ട് ഈ ടീച്ചർ കുട്ടികളോട് പറയുന്ന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. നമുക്ക് നോക്കാം. വേണു ഓപ്പൺ യുവർ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് ടേൺ ടു പേജ് നമ്പർ 18. ടീച്ചർ വേണുവിനോട് പറയാണ് ഓപ്പൺ യുവർ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് ടേൺ ടു പേജ് നമ്പർ 18. അതൊരു ഓർഡറാണല്ലേ, സോറി ഓർഡർ. അപ്പം 2+ ഇൻഫിനിറ്റീവ് നമ്മൾ ഉപയോഗിക്കണം, വെർബിൻ്റെ കൂടെ 2+ വെർബ് ഉപയോഗിക്കണം. അപ്പോൾ ഇവിടെ 2 വെർബ് കാണുന്നുണ്ട്. ഓപ്പൺ യുവർ ടെക്സ്റ്റ് ബുക്ക്, ടേൺ ടു പേജ്. അപ്പം പേജിലേക്ക് കയറാൻ ടേൺ ടു പേജ് എന്ന് പറയുന്നുണ്ട് അവിടെ. അപ്പോൾ അവിടെ 2ന് മുന്നേ ടു ഓപ്പൺ ഹിസ് ടെക്സ്റ്റ് ബുക്ക് ആൻഡ് ടു ടേൺ ടു പേജ് നമ്പർ 18 എന്നവിടെ പറയണ്ട. ആ 2 ടു എന്നുള്ളത് അവിടെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതിന് പകരം എന്താണ് കൊടുത്തുള്ള സെൻറ്റൻസ് നോക്കിക്കേ. ദ ടീച്ചർ ഓർഡേർഡ് വേണു ടു ഓപ്പൺ ഹിസ് ടെക്സ്റ്റ് ബുക്ക് ആൻഡ് ടേൺ ടു പേജ് നമ്പർ 18. ആ സെൻറ്റൻസ് നമുക്ക് ഇങ്ങനെ എഴുതാം. ദ ടീച്ചർ ഓർഡർ, അവിടെ ആൻഡ് കഴിഞ്ഞിട്ടും ടു ചേർക്കാം. പക്ഷെ അങ്ങനെ 2 ടു അവിടെ ചേർക്കേണ്ടതായിട്ട് ആവശ്യം വരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ആ ടു അവിടെ നിന്ന് ഒഴിവാക്കിയത്. ദ ടീച്ചർ ഓർഡേർഡ് വേണു ടു ഓപ്പൺ ഹിസ് ടെക്സ്റ്റ് ബുക്ക് ആൻഡ് ടേൺ ടു പേജ് നമ്പർ 18. നിങ്ങളിത് 2 സെൻറ്റൻസും കമ്പയർ ചെയ്ത് നോക്കണം, എന്നാലും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. ആൻഡ് ടേൺ ടു പേജ് നമ്പർ 18. നമുക്ക് ഓക്കെ, ഈ ഒരു ഐഡിയ ക്ലിയർ ആയിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. ടു ഓപ്പൺ, ടു ടേൺ, അത് 2 ടു അവിടെ ഉപയോഗിക്കേണ്ട. അതിന് പകരം എന്ത് ചെയ്തു, ഓപ്പണിൻ്റെ കൂടെ മാത്രം 2 ഉപയോഗിച്ചിട്ട് ആൻഡ് ടേൺ ടു പേജ് നമ്പർ 18 എന്ന് എഴുതി. നമുക്കിനി അടുത്ത സെൻറ്റൻസ് നോക്കാം. സുമൻ സ്റ്റാൻഡ് അപ്പ് സ്ട്രൈറ്റ്. സുമൻ സ്റ്റാൻഡ് അപ്പ് സ്ട്രൈറ്റ്, അത് സുമനോട് പറഞ്ഞില്ല നേരെ നിൽക്കാൻ. അപ്പം ദ ടീച്ചർ ടോൾഡ് സുമൻ ടു സ്റ്റാൻഡ് അപ്പ് സ്ട്രൈറ്റ്. അവിടെ സ്റ്റാൻഡ് അപ്പ് സ്ട്രൈറ്റ് എന്നുള്ളതിൻ്റെ മുന്നേ സ്റ്റാൻഡിൻ്റെ മുന്നേ ടു ചേർത്ത് കൊടുത്തു. ടു സ്റ്റാൻഡ് അപ്പ് സ്ട്രൈറ്റ്. ദ ടീച്ചർ ടോൾഡ് സുമൻ ടു സ്റ്റാൻഡ് അപ്പ് സ്ട്രൈറ്റ്, അല്ലേ? 2+ ഇൻഫിനിറ്റീവ്, 2+ വെർബ് കൊടുത്തു. ഇനി മൂന്നാമത്തത് ഗീവ് മീ ദ ഡീറ്റെയിൽസ് ഐഷ. ഐഷയോട് ഡീറ്റെയിൽസ് തരാനാണ് പറഞ്ഞത്. ഗീവ് മീ ദ ഡീറ്റെയിൽസ് ഐഷ. അവിടെ നമുക്ക് കാണാം എന്ത് പ്രൊനൗൺസിൽ വരുന്ന മാറ്റങ്ങൾ കാണാം. ദ ടീച്ചർ ആസ്ക്ഡ് ഐഷ. ഇവിടെ ആസ്ക്ഡ് എന്നുള്ള ചോദിച്ചു എന്നുള്ള നിർദ്ദേശിച്ചു എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ, നിർദ്ദേശിച്ചു. ആസ്ക്ഡ് ഐഷ ടു ഗീവ് ഹെയർ ദ ഡീറ്റെയിൽസ്. ടു ഗീവ് ഹെയർ, ഇവിടെ ഗീവ് മീ ദ ഡീറ്റെയിൽസ് എന്ന് ടീച്ചർ പറഞ്ഞപ്പോൾ ടീച്ചർക്ക് ഡീറ്റെയിൽസ് കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പം ടു ഗീവ് ഹെയർ ദ ഡീറ്റെയിൽസ്, ടീച്ചർക്ക് ഡീറ്റെയിൽസ് കൊടുക്കാൻ പറഞ്ഞു. ആസ്ക്ഡ് ഐഷ ടു ഗീവ് ഹെയർ ദ ഡീറ്റെയിൽസ്. നാലാമത്തത് ഡോൺ ഷൗട്ട്, അല്ലേ? ഡോൺ ഷൗട്ട് അതൊരു ഓർഡറാണ്. അതവിടെ ഒരാളോട് പറഞ്ഞതായിരിക്കും. എന്തായിരിക്കും അത് ആ ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളോടും കൂടി ചേർന്ന് പറഞ്ഞായിരിക്കും, എല്ലാ കുട്ടികളോടും കൂടി പറഞ്ഞായിരിക്കും. ടു ഹോൾ സ്റ്റുഡൻസ് ആണ് പറഞ്ഞുള്ളത് ഡോൺ ഷൗട്ട്. അപ്പം ഈ ഡോണ്ട് എന്നുള്ള വാക്ക് വരികയാണെങ്കിൽ നെഗറ്റീവ് സെൻറ്റൻസ് ആണല്ലേ. ആ നെഗറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ അവിടെ നോട്ട് ടു എന്ന് നമ്മൾ ഉപയോഗിക്കണം. ദ ടീച്ചർ ഓർഡേർഡ് ദ സ്റ്റുഡൻസ് നോട്ട് ടു ഷൗട്ട്. നോട്ട് ടു ഷൗട്ട്. ഡോണ്ട് ഷൗട്ട് എന്നാണെങ്കിൽ നോട്ട് ടു ഷൗട്ട്. ഡോണ്ട് ഗോ എന്നാണെങ്കിൽ നോട്ട് ടു ഗോ. ഡോണ്ട് കം, നോട്ട് ടു കം. അപ്പോൾ ഡോണ്ട് എന്നുള്ളത് എന്താണ്, അത് നോട്ട് ടു എന്നാക്കി മാറ്റണം. ഡു നോട്ട് എന്നുള്ളത് നോട്ട് ടു എന്നാക്കി മാറ്റണം. ആ ഒരു ചേഞ്ച് നിങ്ങൾ ശ്രദ്ധിക്കണം. നെഗറ്റീവിൽ ആ ഡോണ്ട് എന്ന് വരുമ്പോൾ എപ്പോഴും നോട്ട് ടു എന്നാണ് നമ്മൾ റിപ്പോർട്ടർ സ്പീച്ചിൽ എഴുതുന്നത്. അടുത്തത് അവസാനത്തെ സെൻറ്റൻസ് നോക്കാം. സ്പീക്ക് അലൗഡ് മേരി. സ്പീക്ക് അലൗഡ് മേരി. മേരിയോട് പറഞ്ഞാലേ ഉച്ചത്തിൽ സംസാരിക്കുമെന്ന്. ദ ടീച്ചർ ടോൾഡ് മേരി ടു സ്പീക്ക് അലൗഡ്. ടീച്ചർ ടോൾഡ് മേരി ടു സ്പീക്ക് അലൗഡ്. ടു സ്പീക്ക് അലൗഡ്, ഉച്ചത്തിൽ സംസാരിക്കാൻ പറഞ്ഞു. ടീച്ചർ മേരിയോട് ഉച്ചത്തിൽ സംസാരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇത്രയാണ് ഇപ്പം പേജ് നമ്പർ 54 ഇമ്പരേറ്റീവ് സെൻറ്റൻസിൻ്റെ എക്സാമ്പിൾസിൻ്റെ ആൻസർ എക്സ്പ്ലനേഷൻ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കുറച്ച് കാര്യങ്ങളെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൂ. ആ കുറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, അപ്പം പ്രധാനമായിട്ടും നിങ്ങൾ നോക്കേണ്ട ഈ ഡോണ്ടിൻ്റെ കാര്യമാണ്. ഡോണ്ട് എന്ന് വരികയാണെങ്കിൽ നമ്മളെപ്പോഴും എന്ത് ചെയ്യണം, അത് നോട്ട് ടു എന്നാക്കി മാറ്റാൻ ശ്രമിക്കണം. അങ്ങനെ തന്നെ മാറ്റണം. നോട്ട് ടു എന്നായിട്ടാണ് എഴുതേണ്ടത്. അപ്പം ഇമ്പരേറ്റീവ് സെൻറ്റൻസിൽ എപ്പോഴും നമ്മളെന്താണ് 2+ ഇൻഫിനിറ്റീവ് ആണ് വരുന്നത്. ഇനി തൊട്ടടുത്ത സെൻറ്റൻസ് നോക്കാം. നൗ ട്രൈ ടു റിപ്പോർട്ട് ദ ഫോളോയിങ്. അപ്പോൾ ഇവിടെ കുറച്ച് സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ 54 ഡയറക്റ്റ് സ്പീച്ച് ആയിട്ട് കുറച്ച് സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇമ്പരേറ്റീവ് ആണ് ഇതുവരെ ചെയ്തത്, ഇത് വേറെ സെൻറ്റൻസ്. നമുക്ക് ഈ സെൻറ്റൻസ് എങ്ങനെയുണ്ട് നോക്കാം. ഓക്കെ, മിക്കാലി സേഡ് ഐ കനോട്ട് ഗോ ഫോർ വർക്ക്. ഐ കനോട്ട് ഗോ ഫോർ വർക്ക്. മിക്കാലി പറഞ്ഞ എനിക്ക് ജോലിക്ക് പോകാൻ സാധിക്കില്ല. അത് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ എന്താ സംഭവിച്ചത് നോക്കാം. മിക്കാലി സേഡ് ദാറ്റ്. അവിടെ ദാറ്റ് എന്നുള്ളൊരു
ലിങ്കിങ് വേർഡ് ഉപയോഗിച്ചു. ലിങ്കേജിലെ ലിങ്കിങ് വേർഡ് അവിടെ ഉപയോഗിച്ചു. ദാറ്റ് എന്നുള്ള ലിങ്കിങ് വേർഡ് ഉപയോഗിച്ചു. മിക്കാലി സെയ്ഡ് ദാറ്റ് ഐ കനോട്ട് ഗോ ഫോർ വർക്ക് എന്നാണ് ഡയറക്റ്റ് സ്പീച്ചിൽ പറയുന്നത്. ഐ കനോട്ട്, അതിൽ ഐ എന്നുള്ളത് നമ്മൾ പറയുമ്പോൾ മിക്കാലിക്ക് പോകാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഹീ കുഡ് നോട്ട് അല്ലേ. ക്യാൻ എന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് കുഡ്. ഐ കനോട്ട് ഗോ ഫോർ വർക്ക് എന്നുള്ളത് ഹീ കുഡ് നോട്ട് ഗോ ഫോർ വർക്ക്. ഹീ കുഡ് നോട്ട് ഗോ ഫോർ വർക്ക്. അപ്പോൾ പ്രൊനൗണിൽ വന്ന് മാറ്റം നോക്കണം. അപ്പോൾ മിക്കാലി പറഞ്ഞു എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞു. നമ്മൾ പറയുമ്പോൾ മിക്കാലിക്ക് കഴിയില്ല എന്നാണ് പറയേണ്ടത്. മിക്കാലി സെയ്ഡ് ദാറ്റ് അവന് ജോലിക്ക് പോകാൻ കഴിയില്ല എന്ന് അവൻ പറഞ്ഞു അല്ലേ. സെക്കൻഡ് വൺ, ആൻ അനാറ്റോലിയൻ സെയ്ഡ് ടു മിക്കാലി ദർ ഇസ് എ നഴ്സിംഗ് മദർ ഇൻ ദ ക്യാമ്പ്. അനാറ്റോലിയൻ മിക്കാലിയോട് പറഞ്ഞു അവിടെ ഒരു നഴ്സിംഗ് മദർ ഉണ്ട്, ആ ക്യാമ്പിൽ ഒരു നഴ്സിംഗ് മദർ ഉണ്ടെന്ന് പറഞ്ഞു. ആൻ അനാറ്റോലിയൻ സെയ്ഡ് ടു മിക്കാലി ദാറ്റ്, ആ ദാറ്റ് ശ്രദ്ധിക്കണം. ദർ വാസ് എ നഴ്സിംഗ് മദർ ഇൻ ദ ക്യാമ്പ്. ദർ ഈസ് എ, അവിടെ ഈസ് എന്നുള്ളത് പ്രസൻറ്റൻസിൽ എന്നുള്ളത് അത് പാസ്റ്റ് ടെൻസിലേക്ക് മാറി. നമ്മൾ അതുപോലെ തന്നെ ക്യാൻ എന്നുള്ള പ്രസൻറ്റൻസ് പാസ്റ്റ് ടെൻസിലേക്ക് മാറി. ടെൻസിൽ മാറ്റം വരുന്നുണ്ട് അല്ലേ. ദർ വാസ് എ നഴ്സിംഗ് മദർ ഇൻ ദ ക്യാമ്പ്. മൂന്നാമത് നോക്കാം. ദ ചൈനമാൻ സെയ്ഡ് മൈ വൈഫ് വിൽ ഫീഡ് ദിസ് ബേബി. ദ ചൈനമാൻ സെയ്ഡ് ദാറ്റ് ഹിസ് വൈഫ്, മൈ വൈഫ് എന്നുള്ളത് ഹിസ് വൈഫ് എന്നായി മാറി. ഹിസ് വൈഫ്, വിൽ എന്നുള്ളത് വുഡ്, വില്ലിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് വുഡ്. വിൽ ഫീഡ് എന്നുള്ളത് വുഡ് ഫീഡ് എന്നായി മാറി. ദിസ് ബേബി എന്നുള്ളത് എന്തായി ദാറ്റ് എന്നായിട്ട് മാറി. നിങ്ങൾ ഈ റിപ്പോർട്ട് സ്പീച്ചിലെ ഈ ചേഞ്ചസ് നിങ്ങൾ ഇതിന് മുന്നേ പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ നമുക്കത് വേറൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പം ആ സെൻറ്റൻസ് മാറി നോക്കാം. സെയ്ഡ് ദാറ്റ് ഹിസ് വൈഫ് വുഡ് ഫീഡ് ദാറ്റ് ബേബി. ഡു യു ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു റിപ്പോർട്ട്? ഇത് റിപ്പോർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നിയോ? ഹൗ ഈസ് ദ റിപ്പോർട്ടിംഗ് ഓഫ് ദ ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് ദ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്? ഡിക്ലറേറ്റീവ് സെൻറ്റൻസും ഇമ്പരേറ്റീവ് സെൻറ്റൻസും തമ്മിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ ചേഞ്ചസ് ആണല്ലേ? എന്തൊക്കെയാണ് നിങ്ങൾ മാറ്റങ്ങൾ അത് കണ്ടതല്ലേ? റൈറ്റ് യുവർ ഒപ്പീനിയൻ ഹിയർ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക. ഇപ്പം ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ഇതൊക്കെ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ആണ്. ഇതിന് മുന്നേ നമ്മൾ പഠിച്ചത് ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ഈ രണ്ട് സെൻറ്റൻസും റിപ്പോർട്ട് ചെയ്യുമ്പോൾ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചത്. നമുക്ക് നോക്കാം. വെൻ വി റിപ്പോർട്ട് ഇമ്പരേറ്റീവ് സെൻറ്റൻസ് വി യൂസ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് റിപ്പോർട്ടിംഗ് വെർബ്സ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ നേച്ചർ ഓഫ് ദി സെൻറ്റൻസ്. നമ്മളൊരു ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ആണ് റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ റിപ്പോർട്ടിംഗ് വെർബായിട്ട് വ്യത്യസ്തമായ വെർബുകളാണ് ഉപയോഗിക്കുക. എങ്ങനെയാണ്? ആ സെൻറ്റൻസിൻ്റെ നേച്ചർ, ആ സെൻറ്റൻസ് ഏത് തരത്തിലുള്ളതാണ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള റിപ്പോർട്ടിംഗ് വെർബുകളാണ് നമ്മൾ ഉപയോഗിക്കുക അല്ലേ. എന്തൊക്കെയാണ് ഇമ്പരേറ്റീവ് സെൻറ്റൻസ് വരുന്നത്? അത് ചിലപ്പോൾ അഭ്യർത്ഥന, റിക്വസ്റ്റ് ആയിരിക്കാം, വാണിംഗ് ആയിരിക്കാം, അഡ്വൈസ് ആയിരിക്കാം, ഓർഡർ ആയിരിക്കാം, ഇൻസ്ട്രക്ഷൻ, ഇൻവിറ്റേഷൻ ഒക്കെ വരിക. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെർബ് എന്തൊക്കെയാണ് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ളതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ ഡിക്ലറേറ്റീവ്ലി അങ്ങനെയല്ല വന്നുള്ളത്. വെൻ വി റിപ്പോർട്ട് ഇമ്പരേറ്റീവ് സെൻറ്റൻസസ് വി ചേഞ്ച് ദ മെയിൻ വെർബ്സ് ടു ഇൻഫിനിറ്റീവ് ഫോം. അത് നേരത്തെ പറഞ്ഞല്ലേ, ടു പ്ലസ് ഇൻഫിനിറ്റീവ് എന്ന ഫോമിലേക്ക് നമ്മൾ വെർബ് മാറ്റും. ടു സിറ്റ്, ടു ഗോ, നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത് ടു പ്ലസ് ഇൻഫിനിറ്റിയിലേക്ക് മാറുന്നതാണ് വെർബ്. വെൻ വി റിപ്പോർട്ട് ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് വി ഓഫൻ യൂസ് ദാറ്റ് ആസ് എ ലിങ്കിങ് വേർഡ് ആൻഡ് ചേഞ്ച് ടെൻസ് ഓഫ് ദ വെർബ്സ് ആസ് വെൽ ആസ് പ്രൊനൗൺസ്. അപ്പോൾ നമ്മൾ ഈ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് വരുമ്പോൾ നിങ്ങൾ ഈ സെൻറ്റൻസ് ബോക്സിൽ നോക്കി മനസ്സിലാവും. അവിടെ നമ്മൾ ദാറ്റ് എന്നുള്ള ലിങ്കിങ് വേർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ വെർബുകൾ എന്താണ് സെയ്ഡാണ് കൂടുതലും ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ അതേപോലെ ചേഞ്ച് ഓഫ് ടെൻസിലൊന്ന മാറ്റം, പ്രസൻറ്റ് ടെൻസ് പാസ്റ്റ് ടെൻസിലേക്ക് മാറി. അതുപോലെ പ്രൊനൗണിൽ വരുന്ന മാറ്റം, ഇതൊക്കെയാണ് ഡിക്ലറേറ്റീവ് സെൻറ്റൻസിൽ വരുന്ന മാറ്റങ്ങൾ. ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് നമ്മൾ റിപ്പോർട്ടിലേക്ക് ചെയ്യുമ്പോൾ അതിൽ ടെൻസിൽ മാറ്റം വരുന്നുണ്ട്, അതിൻ്റെ വെർബിൽ മാറ്റം വരുന്നുണ്ട്, പ്രൊനൗണിൽ മാറ്റം വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കൂടുതലായിട്ട് സെയ്ഡ് എന്നുള്ള റിപ്പോർട്ടിംഗ് വെർബ് സെയ്ഡ് എന്നാണ് കൂടുതലായിട്ട് നമ്മളതിൽ ഉപയോഗിക്കുന്നത്. പക്ഷേ അതിന് പകരം ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ എന്തായിരിക്കും നമ്മൾ ചെയ്യുക? അത് ഏത് തരത്തിലുള്ള സെൻറ്റൻസ് ആണ് എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള വാക്കുകൾ നമ്മൾ ഉപയോഗിക്കും. അഡ്വൈസ് ആണെങ്കിൽ അഡ്വൈസ്ഡ് എന്നൊക്കെ ഉപയോഗിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ അറ്റൻഡിങ്. ഹാവ് എ നൈസ് ഡേ. ബൈ.